എല്ലാവർക്കും ഗുരുവായൂരമ്പലത്തിൽ പ്രവേശനമില്ലാതിരുന്ന കാലത്ത് ഒരു മഹതി താൻ പാട്ടത്തിനടുത്ത് വിളയിച്ച കൃഷിഭൂമിയിലെ പയറുമായി ഗുരുവായൂരപ്പനെ കാണാനെത്തി. മഞ്ജുളാലിന്റെ അടുത്ത് പയർ സമർപ്പിച്ചതിനു ശേഷം അതെടുക്കാൻ വന്ന ബ്രാഹ്മണനോട് ഇത് ഗുരുവായൂരപ്പന് പയറുപ്പേരി ഉണ്ടാക്കി കൊടുക്കണമെന്ന്, പയറുപ്പേരി കഴിച്ചിട്ട് ഒരുപാട് നാളായെന്ന് ഗുരുവായൂരപ്പൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സ്ത്രീ പറഞ്ഞു. ഇത് കേട്ട് ബ്രാഹ്മണൻ പൊട്ടിച്ചിരിച്ചു. ശേഷം അയാൾ ആ പയറും എടുത്ത് തിടപ്പള്ളിയിൽ ഏൽപ്പിച്ചിട്ട് പയറുപ്പേരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഏർപ്പാടാക്കുകയും ചെയ്തു. പിറ്റേന്നും ഇതേ സ്ത്രീ പയറുമായി മഞ്ജുളാലിന്റെ ചൂട്ടിലെത്തി. തലേന്ന് വന്ന അതേ ബ്രാഹ്മണനാണ് അകത്തേക്ക് എടുക്കാൻ എത്തിയത്. ഇന്ന് പയറുപ്പേരി ഉണ്ടാക്കുമ്പോൾ അല്പം ശ്രദ്ധ നൽകണേ എന്നും ഇന്നലത്തെ പയറുപ്പേരി കരിഞ്ഞു പോയത് കാരണം നിവേദ്യത്തിന് ഭഗവാൻ അത് കിട്ടിയില്ല എന്ന് ഗുരുവായൂരപ്പൻ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ ഇത്തവണ ബ്രാഹ്മണൻ ചിരിച്ചില്ല. ആ ബ്രാഹ്മണൻ പാചകക്കാരൻ നമ്പൂതിരിയോട് കാര്യം തിരക്കാനായി പോയി. ആ സ്ത്രീ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്നും തലേന്നുണ്ടാക്കിയ പയറുപ്പേരി കരിഞ്ഞത് കാരണം അത് നിവേദിക്കാൻ എടുക്കാതെ മുഴുവനും എടുത്ത് കളയുകയായിരുന്നു എന്നും പാചകക്കാരൻ നമ്പൂതിരി പറഞ്ഞു. ഇത് കേട്ട അത്ഭുതത്തോടെയാണ് ആ പൂജാരി തിരികെ എത്തിയത്. ഇത്തവണ എന്തായാലും ശ്രദ്ധിക്കുമെന്നും ഗുരുവായൂരപ്പന് പയറുപ്പേരി നിവേദിക്കുമെന്നും ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് ആ സ്ത്രീ അവിടെ നിന്നും പോയത്.